നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുവാനും അതുവഴി നാം കഴിക്കുന്ന ചോറിൻ്റെ ഓരോ അരിമണിക്ക് പിന്നിലുമുള്ള കർഷകൻ്റെ നൊമ്പരങ്ങളും യാതനകളും തിരിച്ചറിയുവാനും നമുക്ക് ഈ പാടവരമ്പത്തുകൂടി ഒരു യാത്ര പോകാം. കൃഷി പ്രോത്സാഹിപ്പിക്കുക, പ്രത്യേകിച്ച് കാർഷിക വൃത്തി ആളുകൾ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നെൽകൃഷി ആളുകൾ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നെൽകൃഷിയിലേക്ക് കടക്കുവാനും അതിനെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനുമുള്ള ഒരു പ്രചോദനം ഉൾക്കൊള്ളിക്കുവാനും കൂടിയാണ്. നമുക്കറിയാം, ഫ്യൂജി ഗംഗയുടെ ഓരോ ആളുകളും എല്ലാവരും തന്നെ ബഹുമാനനായ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ ഇതിൽ മാധ്യമ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളുകളുടെ കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് ഇത്തരം ഒരു പുതിയ സംരംഭത്തിലേക്ക് കടന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിങ്ങനെ 3 പൂവ് കൃഷിയാണ് ചെയ്യാറുള്ളത്. വെള്ളത്തിൻ്റെ ലഭ്യതയനുസരിച്ച് ഭൂരിഭാഗം കർഷകരും 2 കൃഷിയെ ചെയ്യാറുള്ളൂ. ഒരു കൃഷി ചെയ്യുന്നവരും ഉണ്ട്. കൃഷിക്കായി ജൈവവളവും രാസവളവും ഉപയോഗിച്ചു വരുന്നു. നാം യാത്ര ചെയ്യുന്ന ഈ പാടത്ത് രാസവളങ്ങളും രാസകീടനാശിനികളും പാടെ ഉപേക്ഷിച്ച് ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. യന്ത്രവൽക്കരണം സാധ്യമാകുമ്പോഴും പാടം ഒരുക്കുന്നതിൽ മനുഷ്യാധ്വാനവും അനിവാര്യമാണ്. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് അടുത്ത കൃഷിക്കായി നിലമൊരുക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം ആരംഭിക്കുന്ന ജോലികൾ വരമ്പു പണിയാണ്. വരമ്പു പണിക്ക് തന്നെ പല ഘട്ടങ്ങളുണ്ട്. ആദ്യം പുല്ലു നിറഞ്ഞ വരമ്പുകളാണെങ്കിൽ കാട് വെട്ടി ചെത്തിമിനുക്കണം. പിന്നീട് വരമ്പിൻ്റെ അരികിലെ പുല്ല് കിളച്ച് വൃത്തിയാക്കണം. യന്ത്രങ്ങൾ ഉപയോഗിച്ച് പാടമൊരുക്കുമ്പോൾ വരമ്പിനോട് ചേർന്ന് വരുന്നില്ലാത്തതിനാൽ ഒരു 1.5 അടി വീതിയിൽ ചെളി കിളച്ചു മാറ്റും. അടുത്ത ഘട്ടം വരമ്പ് ചെളി വെട്ടിവെച്ച് മിനുക്കുന്ന പണികളാണ്. വരമ്പ് പണി കഴിഞ്ഞാൽ പാടം ഉഴുതുമറിക്കുന്നതിനു മുമ്പായി ചാണകം, കുമ്മായം, പച്ചിലകൾ എന്നിവ പാടത്ത് വിതറും. സാധാരണയായി ശീമക്കൊന്നയാണ് പച്ചില വളമായി ഉപയോഗിക്കാറ്. കൂടാതെ മറ്റ് എല്ലാവിധ പച്ചിലകളും ശേഖരിച്ച് കമ്പുകൾ നീക്കം ചെയ്ത് നിലം ഉഴുന്നതിനു മുമ്പായി പാടത്ത് പലയിടങ്ങളിലായി വിതറും. മുമ്പ് കൊയ്ത്തിനു ശേഷം കർഷകർ നിരനിരയായി നിന്ന് കിളച്ചും കാളകളെയും കന്നുകളെയും ഉപയോഗിച്ചാണ് നിലം ഉഴുതിരുന്നത്. എന്നാൽ ഇപ്പോൾ അത്തരം കാഴ്ചകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ട്രാക്ടറുകളും ട്രില്ലറുകളും ഉപയോഗിച്ചാണ് ഇപ്പോൾ നിലം ഉഴുന്നത്. നിലം ഉഴുതു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം നിലം അടിക്കുക എന്ന പണിയാണ്. നിലം ഉഴുതു കഴിയുമ്പോൾ പാടത്തിൻ്റെ പലയിടങ്ങളിലും ചെളി കുറഞ്ഞും കൂടിയും കിടക്കും. ഇത് ഞകിരിപ്പലക ഉപയോഗിച്ച് നിരപ്പാക്കുന്നതിനാണ് നിലം അടിക്കുക എന്ന് പറയുന്നത്. അടുത്ത ഘട്ടം ഞാറ് നടുക എന്നതാണ്. നടുന്നതിനാവശ്യമായ ഞാറ്റടി മുമ്പേ തന്നെ തയ്യാറാക്കി നിർത്തും. ഇപ്പോൾ ഞാറുകൾ നടുന്നതിനും മെഷീൻ ഉപയോഗിക്കുന്നതിനാൽ ട്രേകളിലാണ് ഞാറ് പാകുന്നത്. ഞാറ് പാകുന്നതിനായി പാടത്ത് പ്രത്യേകം തടമെടുത്ത് അതിനു മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിനു മുകളിൽ ട്രേ നിരത്തിയാണ് ഞാറ് പാകുന്നത്. പാകിയ ഞാറുകൾ പറിച്ച് പാടങ്ങളിൽ നടുക എന്നതാണ് അടുത്ത പരിപാടി. മുമ്പ് ഈ പ്രവൃത്തികൾ ചെയ്തിരുന്നത് കർഷക തൊഴിലാളി സ്ത്രീകളായിരുന്നുവെങ്കിൽ ഇന്ന് അതും യന്ത്രവൽക്കരിക്കപ്പെട്ടു. ആവശ്യത്തിന് തൊഴിലാളികളെ ലഭിക്കാത്തതാണ് അതിന് കാരണം. ട്രേകളിൽ വളർച്ചയെത്തി നിൽക്കുന്ന ഞാറ്റടികളെ അടർത്തിയെടുക്കുമ്പോൾ പുൽത്തകിടികൾ പോലെ കാണാം. ഇവകളെ ഓരോ പാടങ്ങളിലെയും വരമ്പുകളിൽ എത്തിച്ചു നൽകുകയും അവിടെ നിന്നും നടീൽ മെഷീനിലേക്ക് പകർന്നു നൽകുകയും ചെയ്യും. നടീൽ മെഷീൻ ഓരോ നിരയിലും ലൈനിലും ഞാറുകൾ നടും. പാടങ്ങളിൽ നട്ട ഞാറുകൾ വേര് പിടിച്ചു കഴിയുമ്പോൾ ഇടയിലെ കളകൾ പറിക്കുകയും വെള്ളം കയറിയോ മറ്റോ ഞാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിടങ്ങളിൽ പറിച്ചു നട്ട് കേടുപാടുകൾ പോക്കുകയും ചെയ്യും.
അടുത്തത് വളപ്രയോഗമാണ്. UNDPയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള ജീവാമൃതം എന്ന ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, ശർക്കര, പയർ, മണ്ണ് മുതലായവ ഉപയോഗിച്ചു തയ്യാറാക്കുന്ന ജീവാമൃതം എന്ന ജൈവവളമാണ് പാടത്ത് ഉപയോഗിക്കുന്നത്. ഇത് പാത്രങ്ങളിലായി പാടത്ത് തളിച്ചു കൊടുക്കുകയാണ് പതിവ്. വളപ്രയോഗം നിശ്ചിത കാലയളവിൽ ആവർത്തിക്കും. നെല്ല് കതിരിടാൻ തുടങ്ങിയാൽ പിന്നെ വിവിധതരം കീടങ്ങളുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും. കീടങ്ങളെ ഒഴിവാക്കുന്നതിനായി വേപ്പിണ കഷായമാണ് ഉപയോഗിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പണ, പച്ചവെള്ളം എന്നിവ ഉപയോഗിച്ചാണ് വേപ്പിണ കഷായം നിർമ്മിക്കുന്നത്. ഇതും പമ്പുകൾ ഉപയോഗിച്ച് പാടത്ത് തളിച്ചു കൊടുക്കും. കതിരുകൾ നിരന്നു കഴിഞ്ഞാൽ പിന്നെ കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി കിളികളുടെ ആക്രമണമാണ്. കൂട്ടത്തോടെ എത്തുന്ന കിളികളുടെ ആക്രമണത്തിൽ നിന്നും കതിരുകളെ രക്ഷിക്കാൻ പടക്കം പൊട്ടിച്ചും പാളകൾ നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കിയും കിളികളെ ഓടിക്കും. കതിരുകൾ പാടത്ത് നിരന്നു നിൽക്കുന്ന കാഴ്ചകൾ ഓരോ കർഷക കുടുംബത്തെയും ആനന്ദിപ്പിക്കുന്ന അനുഭൂതിയാണ് നൽകുന്നത്. ഇത്രയും കാലം ചെയ്ത പ്രവൃത്തികളുടെ ഫലം ലഭിക്കുന്ന അവസരത്തിലേക്കാണ് ഇനിയുള്ള യാത്ര. കൊയ്ത്തിനുള്ള സമയം ആയിരിക്കുന്നു. മുമ്പ് കൊയ്ത്തും മെതിയും പാറ്റലും ഉണക്കും എല്ലാം തൊഴിലാളികളാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് അവയെല്ലാം ചെയ്യുന്നത് കൊയ്ത്തന്ത്രമാണ്. കൊയ്ത് മെതിച്ച് പാറ്റി ചാക്കുകളിലേക്ക് ലഭിക്കുന്ന നെൽമണി ചാക്കുകളിൽ ചുമന്ന് കുടുംബത്തിലേക്ക് പോകുന്ന ഓരോ കർഷകൻ്റെയും മനസ്സിൽ ചാരിതാർത്ഥ്യത്തിൻ്റെ കുളിര് നമുക്ക് ദർശിക്കുവാനാകും.